കരടിയോ? ഈ കരടിയെ എനിക്കറിയാം. ഞാൻ അന്വേഷിച്ച് നടക്കല്ലേ ഈ കരടിയെ. ഈ കരടിയെ ഞാൻ ജീവനോടെ പിടിച്ചു തരാം. ആര്? നിങ്ങളോ? അതെ, ഞങ്ങൾ തമ്മില് ഒരു 5000 രൂപയുടെ ഇടപാടുണ്ട്. ഇങ്ങോട്ട് മാറി നിൽക്കും പിടിച്ചിട്ട് വെറുതെ. കഞ്ചാവാ? ആദ്യം ഇവനെ വെടിച്ച് കൊല്ലി, എന്നിട്ട് മതി കരടിയെ. അങ്ങോട്ട് പോവല്ലേ, ആ കരടി തന്നെ കടിച്ചു കീറും. എന്നൊരു പുല്ലും ചെയ്യില്ല. എന്നെ കണ്ടാൽ അവൻ ചമ്മലോടെ കീഴടങ്ങും. നിങ്ങൾ കണ്ടോ? അവിടെ നിൽക്കണോ? ഡ്യൂപ്ലിക്കേറ്റ് ആണ് നേരത്തെ. ഈ ബുദ്ധൂസ് ഒറിജിനൽ കരടിയാണല്ലോ പിടിക്കാൻ പോകുന്നത്. ആണായ വാക്കില് വില വരടാ തെണ്ടി. ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ് മുങ്ങിയതല്ലടാ. നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? മര്യാദക്ക് എനിക്ക് തരാനുള്ള 5000 കൊടുക്കും. എന്താടാ നീയൊന്നും മിണ്ടാത്തത്? പേടിപ്പിക്കല്ലേ. ഈ വേഷത്തിൽ എത്ര ആളെ പറ്റിച്ച് നീ കാശ് തട്ടിയ തെണ്ടി. നീയാണെന്ന് തെറ്റിദ്ധരിച്ച അയാൾ ഗുഹയ്ക്കുള്ളിൽ കയറി ഒറിജിനൽ കരടിയെ പിടിച്ചത്. ആ പാവം സുന്ദരൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ഇപ്പൊ കരടിയെന്ന് കേട്ടാലേ ബോധം പോവും. ഇനി നിന്നെ കണ്ടാലും എള് പേടിക്കും. അയാള് വിചാരിച്ചാലേ ഈ രോമൊക്കെ ഇളക്കി കളയാനും പറ്റുള്ളൂ. ആ ജാതി ഒട്ടിപ്പല്ലേ ഒട്ടിച്ചിരിക്കുന്നത്. ചേട്ടാ, എന്റെ ജീവിതം നീ കൂട്ടി തന്നെയാവോ? അയ്യോ, സൂപ്രണ്ട് വരുന്നു. അഭ്യാസം തുടങ്ങിക്കോ, ആക്ഷൻ തുടങ്ങിക്കോ. ആ കൂട്ടിലാണ് പറഞ്ഞ കരടി കിടക്കുന്നത്. ആ നിൽക്കുന്ന ആളാണ് സുവാസു. വലിയ മൃഗസ്നേഹി. കാര്യങ്ങളൊന്ന് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ മൃഗസംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് അയാളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശരി മിസ്റ്റർ വാസു, ഞാൻ പോരാ. ഞാൻ ആന്റണി. അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ആന്റണി. ഒരു തികഞ്ഞ മൃഗസ്നേഹിയാണ് ചേട്ടനെന്ന് എനിക്കറിയാം. മൃഗങ്ങളെ സ്നേഹിക്കാൻ മാത്രമല്ല അവരുടെ ഭാഷ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, പക്ഷേ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്താ? ഈ കരടിയെ ഞങ്ങൾ ഇവിടെ നിന്ന് ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകും. പകരം ഈ മൃഗശാലയിൽ ഇല്ലാത്ത ഒരു ബ്ലാക്ക് പാന്തറിനെ ഞങ്ങൾ തരുന്നു. അയ്യോ, അത് പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. സർക്കാരിന്റെ തീരുമാനമല്ലേ സുവാസു ഏട്ടാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലാക്ക് പാന്തർ ഇന്ന് ഇവിടെ എത്തും. കരടി നാളെ ഞങ്ങൾ കൊണ്ടുപോകും. സായിപ്പ് എടുത്ത ഫോട്ടോയുടെ കോപ്പി ഒരെണ്ണം എനിക്ക് തരണ വാസുവേട്ടാ. കിട്ടും. ഫോട്ടോ മാത്രമല്ല, അവര് നിന്നെ കൊണ്ടുപോകാൻ പോവാ. എങ്ങോട്ട്? ആഫ്രിക്കയിലേക്ക്. അവിടുത്തെ കാഴ്ച ബംഗ്ലാവിൽ കരടി ഇല്ലാത്ത. അയ്യോ, സായിപ്പ് ഫോട്ടോ എടുത്തപ്പോ നീ എങ്ങനെയൊക്കെയാ നിന്ന് കൊടുത്ത്? ഇങ്ങനെ അയക്ക് നിന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന്. കപ്പലിൽ കയറാൻ തയ്യാറായിക്കോ സുവാസുവേട്ടാ. ഞാൻ മാനേജ് ചെയ്തോളാം. മണികണ്ഠനെ അന്വേഷിച്ച് വന്നതാ. ഇങ്ങേരാ മണികണ്ഠന്റെ ക്ലോസ് ഫ്രണ്ട്. ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. എനിക്ക് മണിയേട്ടനെ ഉടനെ ഒന്ന് കാണണം. കണ്ടേ പറ്റൂ. എവിടെ മണിയേട്ടൻ? നിൽക്കണം, കണ്ടോ? കളിയാക്കാതെ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നതാ. പറഞ്ഞോ, കേട്ടോളും. എന്തായി പറയുന്നേ? എന്നോട് പറഞ്ഞോളൂ. മണികണ്ഠൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാവെന്ന്. മണിയേട്ടൻ ഉടനെ വന്നില്ലെങ്കിൽ രാജപ്പന് വേള എന്റെ കല്യാണം അച്ഛൻ ഉടനെ നടത്തും. അങ്ങനെ വല്ലതും സംഭവിച്ചാ പറഞ്ഞേക്ക് ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന്. അങ്ങനൊക്കെ ചിന്തിക്കാതിരിക്കൂ. കുട്ടി ധൈര്യമായിട്ട് വീട്ടിലോട്ട് പോക്കോ. മണികണ്ഠൻ വരുമ്പോ ഞാൻ പറഞ്ഞു വിട്ടോളാം. എന്താ ശരിയല്ലേ സി? നിങ്ങൾക്കൊക്കെ ഇത് തമാശയാ. രാജപ്പൻ തന്നെ ഇതിനെ കെട്ടും. ഈ കരടിയല്ല, ആ കൊച്ചിനെ. അതിനുള്ള ഒരുക്കങ്ങൾ അവൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് കാണാം. നീ പോയി ആനപ്പിണ്ടമാരുടെ. ശരിയാ. സുവാസേട്ടാ, എന്നെ രക്ഷിക്കണം. അഞ്ചു പറഞ്ഞതൊക്കെ കേട്ടല്ലോ. എന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ ആ സായിപ്പ് എന്നെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകും ചേട്ടാ. നിന്നെ തുറന്നു വിട്ട എല്ലാ കള്ളി വിളിച്ചിട്ടാവൂലേ? എന്റെ പണി പോവില്ലേ? വെളിയിൽ ഇറങ്ങിയ നമുക്ക് എങ്ങനെയെങ്കിലും ഒറിജിനൽ കരടിയെ കണ്ടുപിടിക്കാം. വാസേട്ടാ എന്നെ ഒന്ന് സഹായിച്ചാ മതി. എന്നെ തുറന്നു വിട്ട വാസേട്ടന് പ്രശ്നമാവോ? ഞാൻ ഇന്ന് രാവിലെ മുതൽ നീണ്ട ലീവ് എടുക്കടാ. ആ കിഴങ്ങും സൂപ്പറിനടക്കം മറ്റെല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് നിന്നെ തുറന്നു വിടാൻ വേണ്ടി പറ്റുന്നതാണ് ഞാനിപ്പോ വന്ന്. ഇനി ഒറിജിനൽ കരടി അകത്തായാലേ ഞാൻ ജോയിൻ ചെയ്യും. വേഗം സ്ഥലം വിട്ടോ. വാസേട്ടാ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് ആർക്കെന്ത് പിടി കൊടുക്കരുതേ. എന്റെ പണി. ഞാൻ പോയിട്ട് വാ. പോ. എന്റെ അമ്മേ, എന്തൊരു താഴ്ച.
അയ്യോ, വണ്ടിക്ക് വരാൻ കണ്ട സമയം. ഇതെങ്ങനെ പിടിക്കാ? മര്യാദയ്ക്ക് വീട്ടിലേക്ക് മടങ്ങി വാടാ. അത് വല്ലാടുന്നു. നാട്ടിലൊരു കരടി ഇറങ്ങിയിട്ടുണ്ടെന്ന്. ശരിയാ, ആളുകൾ പറയുന്നത് കേട്ടോ. അത് നമ്മുടെ കരടി തന്നെയാ. 3 മാസം മുമ്പ് നമ്മുടെ ചെന്നിൽ നിന്ന് ചാടിപ്പോയ കരടി എങ്ങനെ ഇവിടെ എത്താനാ? എനിക്ക് എന്തായാലും എന്നെ കിട്ടണം. പോലീസിൽ അറിയിച്ചാലോ? വേണ്ട, അത് പ്രശ്നമാകും. ഒന്നാതെ നാടുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി അത് നമ്മുടേതാണെന്ന് അറിഞ്ഞാൽ അതിനെല്ലാം നമ്മൾ സമാധാനം പറയേണ്ടി വരും. യു ആർ കറക്റ്റ് ഗംഗ. സാർ, രഹസ്യമായി നിങ്ങൾ അതിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഓക്കെ? ചാടിപ്പോയ കരടിയെ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് വരാനാ? ഗവൺമെന്റിന് സ്പെഷ്യൽ സാങ്ഷൻ മേടിച്ച് നടത്തിയ ഇടപാടാണ് ഈ കരടി കൈമാറ്റം. അതിന്റെ പിന്നിൽ കളിച്ചത് ഞാനാ. വൻതുക കമ്മീഷനായിട്ട് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു. ഇനി കരടിയെ കൊടുത്തില്ലെങ്കിൽ സായിപ്പ് എന്റെ കഥ കഴിക്കും. എനിക്ക് കരടിയെ കിട്ടിയേ പറ്റൂ. കാഴ്ച ബംഗ്ലാവിൽ നിന്ന് കരടി ചാടിപ്പോയ വിവരം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ രഹസ്യം വെച്ചിരിക്കുക, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. എങ്കിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കിട്ടുമ്പോൾ തരും. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? ഒരു കരടി പുറത്ത് കിടന്ന് വിലസുന്നുണ്ടെന്ന് പത്രത്തിലൊക്കെ വന്നല്ലോ. ഇവിടുത്തെ ഗാർഡുകളോട് പോയി പിടിക്കാൻ പറ. പണ്ട് കരടിയെ പിടിച്ച് കൂട്ടിലാക്കിയ ഒരു ഗാർഡ് ഉണ്ടായിരുന്നു, സുവാസു. അവൻ കരടി ചാടിപ്പോന്റെ തലേ ദിവസമേ ലീവില്ല. പിന്നൊരുത്തൻ മണികണ്ഠൻ, അവനെ കാണാനേ ഇല്ല. ഇതിലൊക്കെ ഭേദം താൻ തന്നെ എന്ന് കരടിയെ പിടിക്കുന്ന. പിടിക്കും. എന്റെ മുന്നിലെങ്ങാനും ആ കരടി വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അതിനെ ആഫ്രിക്കയിലേക്ക് പാഴ്സൽ ചെയ്യും. അഥവാ കിട്ടിയില്ലെങ്കിൽ തന്റെ ഓരോ എല്ലും പീസായിട്ട് ഊരിയെടുക്കും. ഓർത്തോ? കഴിഞ്ഞ മാസം 3-ാം തീയതി മുതൽ എനിക്ക് ശുക്രദശ തുടങ്ങിയതാ. ശത്രുക്കളെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തുമെന്നും ജാതകത്തിലുണ്ട്. ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? കരടി ചാടിപ്പോയ അന്ന് മുതൽ മണികണ്ഠനെ കാണാനില്ല. അതോടെ അവന്റെ ശല്യം തീർന്നില്ലേ? ഇനി കരടി മണികണ്ഠനെ വല്ലതും ചെയ്ത് കാണുമോ? അല്ല, അങ്ങനെയും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അജ്ഞാത മൃഗങ്ങൾ കിട്ടുമ്പോ ഒന്നുകൂടി ഉറപ്പാക്കിയിട്ട് മറവ് ചെയ്താൽ മതി. ചിലപ്പോ അവനാണെങ്കിലോ? നിനക്കെന്ന് പറയാതെ എങ്ങനെ മനസ്സ് വന്നടാ? മനുഷ്യത്വന്ന് പറഞ്ഞ സാധനം നിനക്കൊന്നും ഇല്ലേടാ. ഈ ഏജിൽ വലിയ ബലം കൊടുക്കണം. മുത്തശ്ശ, മണിയത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഇവർ പറയുന്നൊക്കെ കള്ള. ഒന്നുകിൽ ചത്തു, അല്ലെ നാണക്കേടുകൊണ്ട് നാട് വിട്ടു. ജോലി പെർമനന്റ് ആവുമെന്ന് കുറെ വെല്ലു വിളിച്ചല്ലേ. അവൻ ഇനി കേസ് നൂലാമാലയിൽ നിന്നും രക്ഷപ്പെട്ടു പോരാൻ പറ്റില്ല. സൂപ്രണ്ട് പരാതി തന്നു കഴിഞ്ഞു. കേട്ടില്ലേ? ഇനി അവനെയും കാത്തിരുന്ന് കല്യാണം നേടുന്ന ബുദ്ധിയല്ല. അങ്കിൾ, ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തിക്കൂടെ? പിന്നെന്താ? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരാ. എടി, തർക്കുത്തരം പറയാതെ അകത്ത് കയറി പോ. ഇനി നിന്നെ മറ്റോൻ വരില്ല. വരും. കൊച്ചേ, അവൻ നാട്ടിലും ഇല്ല, കാഴ്ച ബംഗ്ലാവിലും ഇല്ല. പിന്നെ എവിടെ പോയി? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. എന്റെ മോൻ എവിടെ പോയി? നിനക്കറിയാം സത്യം പറയടാ. നിനക്കറിയില്ല അല്ലേ? കേശവ, നിന്റെ മോളെ സ്നേഹിച്ചു എന്നൊരു കുറ്റേ എന്റെ കുട്ടി ചെയ്തിട്ടുള്ളൂ. അതിനെല്ലാവരും കൂടി തല്ലിക്കൊന്നു വല്ല കൊക്കയിൽ വലിച്ചെറിഞ്ഞോടാ. പറയടാ. അനാവശ്യം വിളിച്ചു പറഞ്ഞ അച്ഛന്റെ വലിയ കൂട്ടാതെ നിങ്ങൾ പോവാൻ നോക്കും മകളെ. അനാവശ്യോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മോൻ ജീവനോട് തിരിച്ചു വരാതെ ഇവിടെ ഒരു കല്യാണവും നടക്കാൻ പോണില്ല. സുഭാഷണ്ണ, എന്റെ അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. എനിക്ക് അമ്മേനെ ഒന്ന് കാണണം. നിനക്ക് നിന്റെ അമ്മയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ചെല്ല്. എടാ, നിന്റെ ഈ രൂപം കണ്ടാൽ ആ തള്ള അപ്പ വടിയായി പോവും. എങ്കിലും എനിക്ക് അഞ്ജുനൊന്ന് കാണണം. ഓ, ഈ കരടി കണാപ്പനെ എങ്ങനെയാവുന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? എടാ മണ്ട, ഈ വേഷത്തിൽ നിന്നെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഈ ജന്മം നമുക്ക് രണ്ടുപേർക്കും സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല, പണിയും പോവും. പിന്നെ നീ കരടി വേഷം കെട്ടി ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് കേസും വരും. അല്ല, അത് ഉണ്ടാക്കാൻ നിന്റെ ബന്ധുക്കളും ഉണ്ടല്ലോ. ഇനി ആ ഒറിജിനൽ കരടി കാണിക്കുന്ന എല്ലാ അക്രമങ്ങളും നിന്റെ തലേ വരും. ഈ എന്നാണ് അല്ല ഇപ്പൊ പട്ടാമസാന സത്യം. എനിക്ക് ആകെ പേടിയാവണം. ഇതൊന്ന് വലിച്ചു പറിച്ചു കളഞ്ഞു തരാമോ? അത് വേണേ ശ്രമിച്ചു നോക്കാം. അയ്യോ, വിട്. ഇതൊന്നും നടക്കില്ല. എന്തൊരു വേദന. എന്റെ തൊലി അടക്കം പൊളിഞ്ഞു. ചോരയും വന്നു. അത് ഞാനും കണ്ടു. അവന്റെ ഒടുക്കത്തെ ഒരു ഒട്ടിക്കല്. ഇതാ മേക്കപ്പ് മാൻ സുന്ദരന് മാത്രമേ കളയാൻ കഴിയൂ. ഞാൻ പോവാ. എങ്ങോട്ടാ? എനിക്ക് ആ തെണ്ടിയിലൊന്ന് കാണണം. ഇതൊന്ന് അഴിപ്പിക്കണേ. അവൻ ആശുപത്രിയിലല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യും.